ടൊയോട്ടയുടെ യൂട്രസ്റ്റിന്റെ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 203 ചെക്ക് പോയിന്റ് കഴിഞ്ഞ് വരുന്ന വണ്ടിയായിരിക്കും. നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് അത്രയും പുറത്തുനിന്ന് വണ്ടി എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. അത്രയും പോയിന്റ് കടന്ന് വരുന്നതാണ് വണ്ടിയെല്ലാം. അപ്പോൾ അത്രയും നമ്മൾ ഫ്ലഡഡോ അങ്ങനത്തെ എഞ്ചിൻ കംപ്ലൈന്റ് കാര്യമുള്ള വണ്ടി എന്തായാലും കിട്ടാനില്ല. ആൾക്കാർക്ക് വിശ്വസിച്ചെടുക്കാം, ധൈര്യത്തിൽ വിശ്വസിച്ചെടുക്കാം. 1000 താഴെ RPM ഓടുന്നെങ്കിൽ അത്യാവശ്യം മൈലേജും കാര്യം കിട്ടുകയും ചെയ്യും. അതായത് എല്ലാ വണ്ടിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത്, RPM എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെയാണ്. അപ്പോൾ എത്ര റേറ്റ് വരുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു 9.5 കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ഫുൾ ലോണ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് വെങ്ങളത്തുള്ള അമാന ടൊയോട്ടയുടെ പുതിയ ഷോറൂമിലാണ്. അമാന ടൊയോട്ടയുടെ യൂസ്ഡ് കാർ വിഭാഗമാണ് ടൊയോട്ട യൂട്രസ്റ്റ്. ടൊയോട്ട യൂട്രസ്റ്റിലെ കുറച്ച് കാറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ വണ്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ കൂടെ ഉള്ളത് വൈശാഖാണ്. വൈശാഖ്, വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് തുടങ്ങിക്കൂടെ? ഈ ടൊയോട്ട യൂട്രസ്റ്റ് എന്നുള്ളത് ഇതിന്റെ പ്രീ ഓൺഡ് വെഹിക്കിൾസ്, അതായത് ടൊയോട്ടയുടെ പ്രീ ഓൺഡ് വെഹിക്കിൾസ് കൊടുക്കുന്നത് പ്രത്യേക ഒരു സ്ഥാപനം അല്ലേ? അതെ, ടൊയോട്ട ന്യൂ കാറിന് അഗേൻസ്റ്റ് എക്സ്ചേഞ്ച് വെഹിക്കിൾസ്. അത് മാത്രമല്ല, കൂടാതെ നമ്മുടെ ഡയറക്റ്റ് മാർക്കറ്റ് പർച്ചേസും ഉണ്ട്. ടൊയോട്ട വെഹിക്കിൾസ് അങ്ങനെ ഡയറക്റ്റ് മാർക്കറ്റ് പർച്ചേസും ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് ടൊയോട്ട ന്യൂ കാറിന് അഗേൻസ്റ്റ് എക്സ്ചേഞ്ച് വരുന്ന വെഹിക്കിൾസ് ആണ്. ഏകദേശം 203 ചെക്ക് പോയിന്റ്സ് വാല്യുവേഷൻ നടത്തിയിട്ടാണ് നമ്മൾ ഓരോ വെഹിക്കിൾസും എടുക്കുന്നത്. അതിനായിട്ട് പ്രൊക്യൂർമെന്റിനായിട്ട് വെഹിക്കിൾ പർച്ചേസ് ചെയ്യാനായിട്ട് പ്രൊക്യൂർമെന്റ് ഓഫീസറായിട്ട് ടെക്നിക്കലി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ട്. അവരെ നോക്കിയിട്ട് എന്താണ് പറയുക, നമുക്ക് ഏകദേശം 1 year വരെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങളുണ്ട്, 2 വർഷം വരെ വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന വാഹനങ്ങൾ, അങ്ങനെ കാറ്റഗറൈസ് ആയിട്ട് വാറണ്ടിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന വെഹിക്കിളാണ് ഇവിടെ കാണുന്നതല്ല. അപ്പം അത്രയും ചെക്ക് പോയിന്റ്സ് കടന്നിട്ടാണ് വണ്ടി ആളുകളുടെ കയ്യിൽ എത്തുന്നത്. അതെ. അപ്പോൾ അത് തന്നെ ഒരു വാറണ്ടിയാണ്. അല്ലാതെ 2 മാസം മുതൽ മാക്സിമം എത്ര വാറണ്ടി കൊടുക്കും? എത്ര മാസത്തെ വാറണ്ടി കൊടുക്കും? മാക്സിമം 1 year വാറണ്ടി ഉണ്ട്. പിന്നെ സിഗ്നേച്ചർ എഡിഷനൊക്കെ, സിഗ്നേച്ചർ വാറണ്ടി എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഡ്രൈവ് ലൈൻ വാറണ്ടിയാണ് ഉണ്ടാവുക. എഞ്ചിൻ, ഗിയർ ബോക്സ്, ചേസസും വാറണ്ടി ചേസസ് ആണ്. പിന്നെ കൂടാതെ നമ്മുടെ എന്താണ് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസ് അതും നമുക്ക് അവൈലബിൾ ആണ്. അത് കമ്പനി വാറണ്ടിയുള്ള വെഹിക്കിൾസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആളുകൾക്ക് ടെൻഷൻ ഇല്ലാതെ വണ്ടി എടുക്കാം. 100% എന്താണ് അറിയുക, നമ്മളിപ്പോൾ ടൊയോട്ട എന്നൊരു ന്യൂ കാർ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ എന്താണോ വെഹിക്കിളിൻ്റെ കണ്ടീഷൻ അത് കറക്റ്റ്ലി പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ വണ്ടി ഇവിടുന്ന് കൊടുക്കാറുള്ളത്. അതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് 2016 മുകളിലോട്ടുള്ള വണ്ടികൾക്കൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള എന്താണ് അറിയുക വാറണ്ടിയൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. വണ്ടി അല്ല, പിന്നെ നമ്മൾ എന്താണോ വണ്ടി അതിൻ്റെ ആസറ്റ് കണ്ടീഷൻ അത് നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് പിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ് വണ്ടി ഒരു. അപ്പോൾ നമുക്ക് ഹോണ്ട ജാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്താ ഡീറ്റെയിൽസ്? ഇതിന്റെ ഹോണ്ട ജാസ് ആണ്, 2016 മോഡൽ ഹോണ്ട ജാസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രോപ്പർ കമ്പനി മെയിൻ്റെനൻസ് ഉള്ള വെഹിക്കിൾ ആണ്. കൂടുതൽ മൈലേജ് ഒക്കെ ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സിന്, അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന കസ്റ്റമേഴ്സിന് ഇത് കമ്പനി 26 ഒക്കെ മൈലേജ് പറയുന്ന വെഹിക്കിളാണ്. എന്തായാലും 24 മൈലേജ് കിട്ടുന്നതാണ്. ഹോണ്ടയുടെ ഹെയർത്രീംസ് എന്ന ടെക്നോളജിയാണ്, എഞ്ചിൻ ടെക്നോളജിയാണ്. പെട്രോൾ അല്ലേ വണ്ടി? ഡീസൽ വണ്ടിയാണ്, ഡീസൽ എഞ്ചിനാണ്. പിന്നെ മോസ്റ്റ് എർഗണോമിക്കലി നമ്പർ 1 ആയിട്ടുള്ള ഹാച്ച് ബാക്ക് വഴികളൊന്നാണ്. എർഗണോമിക്കലി നമ്പർ 1 ആണ് ഈ ഹാച്ച് ബാക്ക്. നല്ല സ്പേഷ്യസ് ആണ്. സിറ്റി ഡ്രൈവിങ്ങിനായാലും അർബൻ ഡ്രൈവിങ്ങിനായാലും ഒക്കെ, അല്ല റൂറൽ ഡ്രൈവിങ്ങിനൊക്കെ ആയാലും അത്യാവശ്യം നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. ഫുൾ കണ്ടീഷൻ അല്ലേ വണ്ടി? നല്ല കണ്ടീഷൻ വെഹിക്കിളാണ്. ഏത് ഇയർ ആയിരുന്നു പറഞ്ഞത്? 2016 ആണ്. സിംഗിൾ ഓണർ ആണ്. 2016 സിംഗിൾ ഓണർ. പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത്. ലോൺ എങ്ങനെയാണ്? ഫിനാൻസ് സൗകര്യം ഉണ്ട്. ഫിനാൻസ് സൗകര്യം നമുക്ക് ഇതിന്റെ 85% ഒക്കെ അത് സിബിലും കാര്യങ്ങളൊക്കെ മാക്സിമം ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. ഏത് വണ്ടിക്കായാലും അങ്ങനെ ചെയ്ത് കൊടുക്കും. എല്ലാ വണ്ടികളും നമുക്ക് എന്താ അറിയാം, 15 വർഷം പഴക്കമുള്ള വണ്ടികൾക്ക്, 15 വർഷം വരെ പഴക്കമുള്ള വണ്ടികൾക്ക് നമ്മൾ ലോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഹോണ്ട 2016 മോഡൽ അല്ലേ? 16 മോഡൽ. എത്ര റേറ്റ് വരുന്നത് ലാസ്റ്റ്? ഇതിന് ലാസ്റ്റ് റേറ്റ് ഇല്ല, നമ്മുടെ ടാഗ് പ്രൈസ് ആണ്. ടാഗ് പ്രൈസ് 6.20, 4,20,000 രൂപയാണ് നമ്മൾ ടാഗ് ചെയ്ത പ്രൈസ്. 4,20,000 രൂപ. ഓക്കെ. അപ്പോൾ 2016 മോഡൽ ഹോണ്ട ജാസ് ഡീസൽ വണ്ടിയാണ്. 23-24 മൈലേജ് കിട്ടൂല വണ്ടിക്ക്? അതെ. ഓക്കെ. അപ്പോൾ 4,20,000 ലാസ്റ്റ് റേറ്റ്. അടുത്തത് എത്തിയോസ് ആണ്. എന്താണ് ഡീറ്റെയിൽസ്? ഇത് എറ്റിയോസ് സെഡാൻ ആണ്. 2015 മോഡൽ എറ്റിയോസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പിന്നെ പെട്രോൾ എഞ്ചിനാണ്. ഫാമിലി പർപ്പസിനൊക്കെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 3,90,000 നമ്മുടെ ടാഗ് പ്രൈസ്.
നല്ലൊരു വെഹിക്കിൾ ആണ്, ഫാമിലി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. മൈലേജ് 14-15 റേഞ്ചിലാണ് കമ്പനി അങ്ങനെ നമ്മൾ അഷ്യൂർഡ് ചെയ്യുന്ന, അഷ്യൂർഡ് അല്ല കമ്പനി പറയുന്ന മൈലേജ്. നല്ലൊരു 10-12 ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ? കിട്ടും. എത്ര റേറ്റ് ലാസ്റ്റ്? 390 നമ്മുടെ ടാഗ് പ്രൈസ്. ഇവിടെ എല്ലാം ടാഗ് പ്രൈസ് ആണ്. അപ്പോൾ പിന്നെ ഒരു ഡീൽ സംസാരിക്കുന്നതാണ് പിന്നെ നമുക്ക് പ്രൈസിങ്ങിന് വരുന്നത്. അപ്പം ആളുകൾ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ പറ്റുമോ? നെഗോസിയേഷൻ നടക്കും സാർ. നടക്കൂല്ലേ? ചെയ്തു കൊടുക്കും അല്ലേ? അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. ഓക്കെ. പിന്നെ വാറണ്ടീൻ്റെ കാര്യത്തിലും ആ രീതിയിലൊക്കെ ചെയ്യുന്നത്? വാറണ്ടീൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ 16 ശേഷമുള്ള വെഹിക്കിൾസിനാണ് നമ്മൾ കൂടുതൽ വാറണ്ടി പറയുന്നത്. പക്ഷേ ആസ് എ കണ്ടീഷൻ നമുക്ക് എന്താണ് അറിയുക, നമ്മളിവിടുന്ന് അത്രയും ഒരു പ്രൊക്യൂർമെന്റ് ഓഫീസർ എടുക്കുന്ന വെഹിക്കിളാണ്. ടെക്നിക്കലി അത്രയും നമ്മുടെ ആൾക്കാർ എടുക്കുന്ന. പിന്നെ ഇത് പ്രത്യേകിച്ച് ടൊയോട്ടയുടെ വെഹിക്കിൾ തന്നെയാണ്. ടൊയോട്ടയുടെ വെഹിക്കിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്ര ടെസ്റ്റ് പ്രത്യേകം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ടൊയോട്ടയുടെ ഡീലർഷിപ്പിൽ നിന്ന് ടൊയോട്ടയുടെ വണ്ടി എടുക്കുന്ന നേരം യൂസ്ഡ് ആണെന്നുണ്ടെങ്കിലും ന്യൂ കാർ ആണെങ്കിലും ഒരേ ട്രസ്റ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫുൾ വാറണ്ടിയോടുകൂടെ ആ ഒരു ട്രസ്റ്റിൽ വണ്ടി എടുക്കാം, ടെൻഷനില്ല. ഓക്കെ. അടുത്ത ഒരു വോക്സ് വാഗൺ ആണ്, അമിയോ അല്ലേ? എന്തൊക്കെയാണ് ഡീറ്റെയിൽസ്? വീണ്ടും ഒരു സെഡാൻ. അതെ, വോക്സ് വാഗൺ അമിയോ, ജർമ്മൻ ആണ്. 2016 സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോൾ എഞ്ചിനാണ്. നമുക്ക് എന്താണ് അറിയുക, ഒരു പീസ് ഓഫ് മൈൻഡ് ആണ്. പെട്രോൾ എഞ്ചിൻസ് ജർമ്മൻ ആകുന്നേരം കുറച്ചുകൂടി നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ആണ്. അത് അധികം എന്താണ് പറയുക, മെയിൻ്റെനൻസ് കോസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മൈലേജിന്റെ കാര്യത്തിൽ ചെറുതായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടതുള്ളൂ. ഇത് മൈലേജ് എന്ന് ഫാമിലി പർപ്പസിനുള്ള കസ്റ്റമർ ആണെങ്കിൽ അവർ ഈവൻ വീക്കെൻഡോ അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെറ്റർ പെട്രോൾ എഞ്ചിൻസ് ആണ്. അപ്പൊ അത് കുറച്ചുകൂടി എന്താണ് ബ്രാൻഡിൽ നോക്കിയാൽ കുറച്ചുകൂടി ട്രസ്റ്റ് വർത്ത് ആണ്. എത്ര റേറ്റ് ലാസ്റ്റ് എത്രയാണ് വരുന്നത്? ഈ വെഹിക്കിളിന് വരുന്നത് 3,60 ലക്ഷം, 3,60,000. ഏതായിരുന്നു മോഡൽ വരുന്നത്? ഏത് ഇയർ? 2016 അല്ലേ? ഹൈലൈൻ ആണ്, ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ്. ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. 3,60,000 രൂപ 60,000 കൊടുക്കും. ഇനി നമുക്ക് വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് മിർഷാദ് ആണ്. വൈശാഖിന് ചെറിയ തിരക്ക് കാരണം പോയിട്ടുണ്ട്. മിർഷാദ്, ഈ അമേസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2016 ആണ്, സിംഗിൾ ഓണർ ആണ്, ലോ കിലോമീറ്റർ ആണ്. 23,000 സംതിങ് ആണ് ഓടിയത്. 23,000 ആണ് ഓടിയിട്ടുള്ളൂ. ഇത് ഇപ്പം കയറിയിട്ടുള്ള വണ്ടി നമുക്ക് പുതിയായിട്ട്. ഇതിന്റെ റേറ്റ് ഏകദേശം ഒരു 4 സംതിങ് ആയിരിക്കും വരിക. ഇതുവരെ റേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. പെട്രോൾ ആണ് വണ്ടി. അപ്പോൾ മൈലേജ് നമുക്ക് എത്ര? ഡീസലിന് അത്യാവശ്യം മൈലേജ് ഉണ്ട്. ഇത് അത്യാവശ്യം ഒരു 14-16 വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ റേറ്റ് 4 ലക്ഷത്തി സംതിങ് അടുത്താണ് വരും. റൈറ്റ്. അപ്പോൾ പക്ഷേ അത് ഹൈറൈഡറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? അതെ, ഇത് ഹൈറൈഡർ ടൊയോട്ടന്റെ ന്യൂ വെഹിക്കിൾ തന്നെ വേണേൽ പറയാം. 2024 മോഡലാണ്. 29,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇത് ന്യൂ പെട്രോൾ ആണ്. ഇത് നമ്മുടെ കമ്പനിയുടെ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ആണ്. 24,000 29,000. അതെ. നമുക്ക് പുതിയൊരു കാർ ഇറക്കുന്നവർ തന്നെ ഇറക്കാൻ പറ്റും. നമ്മൾ ഇതിന് 2 കൊല്ലം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമർക്ക് എക്സ്റ്റൻഡ് വാറണ്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ലോണും കാര്യങ്ങളൊക്കെ? ലോണ് ഇതിപ്പോൾ ഫുൾ ലോൺ വേണേൽ ചെയ്യാൻ പറ്റുന്നതാണ്. IDVയും കാര്യവും എന്തായാലും ഉണ്ടാവും. പിന്നെ കസ്റ്റമറുടെ സൈഡ് സിബിലും ഒക്കെ ആണെങ്കിൽ. പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നത്? പുതിയ വണ്ടിക്ക് 21,000 പുറത്ത് പോകുന്നുണ്ട്. നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 16 ലക്ഷത്തിനാണ്. 16 ലക്ഷം, ഏകദേശം 5 ലക്ഷത്തിന്റെ വ്യത്യാസം. ഫുൾ വാറന്റിയോടെ കൊടുക്കാം. വാറന്റിയോടെ കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് ഹോണ്ട ബ്രിയോ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2016 മോഡലാണ്. 2016 സെക്കൻഡ് ഓണർ. 64,000 ആണ് ഓടിയിട്ടുള്ളത്. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 3,60,000 ആണ്. മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. 2016 മോഡലാണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 64,000. അതെ. പിന്നെ ബ്രിയോക്ക് ഇപ്പോഴും നല്ല ആൾക്കാർ നോക്കുന്ന ഒരു മോഡൽ അല്ലേ? അതെ. അതായത് നമ്മുടെ ഈ മാരുതിയുടെ റിഡ്സ് ഒക്കെ പോലെ, അതായത് നിർത്തിയിട്ടും ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു മോഡലാണ് നമുക്ക് ഈ ബാക്ക് കണ്ടിട്ട് അത്ര ഇംപ്രഷൻ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർ നോക്കാൻ തുടങ്ങി. ഫുൾ ഗ്ലാസും കാര്യമായിട്ടായിട്ട് ഭയങ്കര കംഫർട്ടാണ് വണ്ടി ഓടിക്കാനും കാര്യമൊക്കെ. അപ്പൊ നോക്കാം, നല്ല വണ്ടിയാണ്. അപ്പൊ എത്രയും ലാസ്റ്റ് പറഞ്ഞത്ര? ലാസ്റ്റ് നമുക്കൊരു 3,40 നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, 3,40. അതെ. റൈറ്റ്. അടുത്തത് ഈ കൂട്ടത്തില് കുറച്ച് ചെറിയൊരു ബജറ്റിൽ ഇയോണിന്റെ ഡീറ്റെയിൽ. ഇയോൺ ആണ്. 2018 ആണ്. സെക്കൻഡ് ഓണർ ആണ്. 2018 സെക്കൻഡ് ഓണർ. അതെ. ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞൂടാ, എന്നാലും 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2018 അപ്പൊ കുറച്ച് വർഷമായല്ലേ? നാച്ചുറൽ ആയിട്ടുള്ള റണ്ണിങ് ആണ് അത്. 60,000 എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് പ്രൈസ്? എത്രയാണ് വരുന്നത്? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,60,000 ആണ്. 2,60,000. നെഗോഷ്യബിൾ അല്ലേ? നെഗോഷ്യബിൾ ആണ്. കസ്റ്റമേഴ്സ് വിളിച്ച് കഴിഞ്ഞ് സംസാരിച്ച് ഇപ്പൊ വാങ്ങാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ കണ്ടീഷൻ എങ്ങനെയാണ്? എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ വണ്ടിക്ക്? റീപ്ലേസ്മെന്റ് ഇല്ല, കുറച്ച് വർക്കും കാര്യം എടുക്കാനുണ്ട്. ചെറിയ രീതിയിൽ വർക്കും കാര്യം, ചെറിയൊരു ഡെന്റും കാര്യമുണ്ട്.
അതൊക്കെ വേറെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ ടയേഴ്സ് പറ്റും. ഒക്കെ അത്യാവശ്യം ഉണ്ട് ഉണ്ട്. നല്ല അലോയ് അടിപൊളി അലോയ് വീലും കാര്യമുണ്ട് നമുക്ക്. അലോയ് വീൽ ഉണ്ട് ഇതിന്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോ എത്രയാ കൊടുത്ത ലാസ്റ്റില്? ലാസ്റ്റ് നമുക്ക് റേറ്റ് നമുക്ക് കസ്റ്റമർ വന്നിട്ട് സംസാരിച്ച് റെഡി സെറ്റ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അടുത്തത് ഒരുപാട് ആഡ് ഓൺസ് അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ക്രേറ്റയാണ്. അപ്പൊ ഡീറ്റെയിൽസ് 2022 മോഡൽ കറക്റ്റ് ആണ്. ഡീസലാണ്, മാനുവൽ ആണ്. ഇത് 2022 മാനുവൽ വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? വണ്ടി ഓടിയത് 90,000 90,000 മേജർ സർവീസ് എല്ലാം കഴിഞ്ഞതാണ്. 90,000 ഓടിയിട്ടുണ്ട്. ഇനി എടുക്കാനുള്ള സർവീസിന്റെ കാര്യത്തിൽ പേടിക്കാനും കാര്യമൊന്നുമില്ല. ഇതിന് നമ്മൾ ഒരു 1 year വാറണ്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. 1 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. വണ്ടി അതാ പെട്രോൾ ആണോ അല്ലെ ഡീസലാണ്? ഡീസൽ 18 to 22 വരെ മൈലേജ് വണ്ടിയാണ്. എഫിഷ്യൻസി ഉള്ള വണ്ടിയാണ് അത്രയും. ശരി, തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും കിട്ടും. പെട്രോളിന് മൈലേജ് കുറവാണ്. ഡീസലിന് നല്ല അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അതെ, ഞാൻ തന്നെ പേഴ്സണലി യൂസ് ചെയ്യുന്ന വണ്ടിയാണോ? അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ ലാസ്റ്റ് എത്രയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്? റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 11,40 ലാസ്റ്റ് ഒരു 11 കിട്ടിയാൽ നമ്മൾ കൊടുക്കുന്നത്. പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് വരുന്നത്? പുതിയ വണ്ടിക്ക് വരുന്നത് ഇപ്പം 15,40 15,40 പുതിയ വണ്ടിക്ക് വരുന്നത്. ഇതിന് 11 സംതിങ് വരും അല്ലേ? അതെ, നെഗോഷ്യബിൾ ആണല്ലേ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, റൈറ്റ്. മാക്സിമം ലോണും കാര്യവും കയറും. മാക്സിമം ലോൺ കൊടുക്കുക. അതെ 90% വരെ ലോണ്, 90% വരെ ലോണും കൊടുക്കുക വണ്ടി. ഓക്കെ. ക്രിസ്റ്റയാണ് 2018 1.10 ഓടിയിട്ടുള്ളൂ. അതായത് ടൊയോട്ടയെ സംബന്ധിച്ചിട്ട് 1.10 ഒരു ഓട്ടമേ അല്ല. അത്രയും 15 ലക്ഷം ഓടിയ ടൊയോട്ടന്റെ വണ്ടിയൊക്കെ ഉണ്ട് അല്ലേ? അതെ. ഇത് ഫുൾ ലോഡഡ് ആണ്. അല്ല, പിന്നെ ഇന്നോവ ഇല്ലേ? അതെ, ഇന്നോവയാണ്, ക്രിസ്റ്റയാണ്. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്. നല്ല പവറുള്ള വണ്ടിയാണ്. എത്രയാണ്? എത്ര ലിറ്റർ എഞ്ചിൻ ഇത്? 2.4 ലിറ്റർ. പെട്രോൾ അല്ലേ വണ്ടി? പെട്രോൾ അല്ല, ഡീസലാണ്. ഡീസൽ. മൈലേജ് എത്ര ഉണ്ടാവും? മൈലേജ് 13-14 ആ റേഞ്ച്. 13-14 ഒക്കെ. അതെ. 15 ഒക്കെയാണെന്ന് പറയുന്നത് കമ്പനി പറയുന്നത് 15 ആണ്. 12-13 ഒക്കെ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ. കണ്ടീഷൻ എങ്ങനെയാ? ഫുൾ കണ്ടീഷൻ ആണ്. ആകെ വരുന്ന റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആകെ മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ആണ്. ഓക്കെ, എന്നാലും വേറെ പ്രശ്നം ഓടിക്കുക, അത്രേ ഉള്ളൂ. പെട്രോൾ ഡീസൽ അടിക്കാനുള്ള പണിയുള്ളൂ. ഡീസൽ അടിക്കാനുള്ള പണി മാത്രം. ഓക്കെ, എത്ര റേറ്റ് പറയുന്നത്? നമ്മൾ ചോദിക്കുന്നത് 19,500 ആണ്. 19,500. പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് വരും? പുതിയ വണ്ടിക്ക് വരുന്നത് 23 സംതിങ് എന്തോ ആണ്. 19 അല്ലേ? 19 സ്റ്റിൽ നെഗോഷ്യബിൾ അല്ല? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അപ്പോൾ 18,500 വരെയൊക്കെ എന്തായാലും കുറച്ച് കൊടുക്കാം. വിളിച്ചോളൂ, അത്യാവശ്യം നെഗോഷ്യബിൾ ആണ്. വിലയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഫുൾ ഓപ്ഷൻ ആണ്, Z ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. അതെ. റൈറ്റ്. അടുത്തത് ടൈസർ 2024 ആണ്. ഇത് നമ്മുടെ തന്നെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ്. നേരത്തെ ഹൈറൈഡർ വണ്ടിയാണ്. നേരത്തെ ഹൈറൈഡർ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് ഇതും വരുന്നത്. 2024 13,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 13,000 മാത്രം. 2020. ഇതിന് 2 കൊല്ലം വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. കസ്റ്റമർക്ക് നമുക്ക് 3 കൊല്ലത്തേക്ക് എക്സ്റ്റൻഡ് ചോദിക്കുകയാണെങ്കിൽ എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യം കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 10 ലക്ഷമാണ്. 10 ലക്ഷം. പുതിയ വണ്ടിക്ക് സാധാരണ എത്ര വാറണ്ടി ഉണ്ടാവും കൊടുക്കല്? പുതിയ വണ്ടി നമുക്ക് 2 കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ വണ്ടി എടുക്കുന്ന അവിടെ ഉള്ളത് 3 കൊല്ലത്തേക്ക് ഉണ്ടാകും മിനിമം. അതെ. നമ്മുടെ വണ്ടിക്ക് 5 എക്സ്റ്റൻഡ് വാറണ്ടി 5 കൊല്ലത്തേക്ക് കൊടുക്കും. എക്സ്റ്റൻഡ് 5 വർഷം. ഓക്കെ. പിന്നെ ടർബോ ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ടർബോ എഞ്ചിനാണ്. മൈലേജ് പറയുമ്പോൾ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ടർബോ. 1 ലിറ്റർ ടർബോ എന്ന് പറയുമ്പോൾ മൈലേജ് മറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 13-14 വരെ നമുക്ക് കിട്ടും. അഥവാ 2000 താഴെ RPM ഓടുന്നെങ്കിൽ അത്യാവശ്യം മൈലേജും കാര്യം കിട്ടും. അത് എല്ലാ വണ്ടിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ വണ്ടി എങ്ങനെയാണ് ഓടിക്കുന്നത്, RPM എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതുപോലെയാണ്. അപ്പൊ എത്ര റേറ്റ് വരുന്നത്? നമുക്ക് ലാസ്റ്റ് ഒരു 9.5 കൊടുക്കാം. ലോണ് കാര്യങ്ങളൊക്കെ ഫുൾ ലോണ് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. റൈറ്റ്. അടുത്തത് ലിവ. നമ്മളെ ഈ വീഡിയോയിലെ ലാസ്റ്റ് വണ്ടിയാണ് ഇത്. അതെ, പറയൂ. ഇത് 2017 ലിവ പെട്രോൾ ആണ്. ഭയങ്കര അത്യാവശ്യം നമുക്ക് ഇപ്പോഴും എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിളാണ് ലിവ അല്ലേ? അത്യാവശ്യം മാർക്കറ്റും കാര്യം ഉള്ളതാണ്. 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണറാണ്. നമുക്ക് ഇതിന് ചോദിക്കുന്ന പ്രൈസ് 4.40 ആണ്. 4.40. അതെ. അത്യാവശ്യം ലോണും കാര്യവും ചെയ്ത് കൊടുക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഗ്ലാസിന്.
കസ്റ്റമർക്ക് അത് കംപ്ലൈന്റ് ആണെങ്കിൽ നമുക്കത് മാറ്റി കൊടുക്കാവുന്നതാണ്. മാറ്റി കൊടുക്കും. ഓക്കെ. ടൊയോട്ടയുടെ യൂട്രസ്റ്റിന്റെ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് 203 ചെക്ക് പോയിന്റ് കഴിഞ്ഞ് വരുന്ന വണ്ടിയായിരിക്കും. നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് അത്രയും പുറത്തുനിന്ന് വണ്ടി എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും. അത്രയും പോയിന്റ് കടന്ന് വരുന്നതാണ് വണ്ടിയെല്ലാം. അപ്പോൾ അത്രയും നമ്മൾ ഫ്ലഡഡോ അങ്ങനത്തെ എഞ്ചിൻ കംപ്ലൈന്റ് കാര്യമുള്ള വണ്ടി നമുക്ക് എന്തായാലും കിട്ടാനില്ല. ആൾക്കാർക്ക് വിശ്വസിച്ചെടുക്കാം, ധൈര്യത്തിൽ വിശ്വസിച്ചെടുക്കാം, ടെൻഷൻ ഒഴിവാക്കി പഴയ വണ്ടി വാങ്ങുമ്പോൾ ഒരു പ്രശ്നം അതാണ്. അതെ. ഇപ്പം വണ്ടി ഓട്ടിക്കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വരും എന്നുള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും. അതെ, ഈ യൂട്രസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും ഒരു കസ്റ്റമർക്ക് അങ്ങനത്തെ ഒരു ആവശ്യമേ ടെൻഷൻ ഫ്രീ ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സുഹൃത്തുക്കളെ, ഇത്രയും വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇവിടെ നവംബർ 23 മുതൽ ടൊയോട്ട യൂട്രസ്റ്റിന്റെ കാർമേള നടക്കുന്നുണ്ട്. അതിൽ സ്പെഷ്യൽ ഓഫേഴ്സും ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതായത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പഴയ വാഹനങ്ങളുമായിട്ട് ഇനിയും കാണാം. എല്ലാവർക്കും ബൈ.